ഹായ് ഫ്രണ്ട്സ്, നന്ദു ആൻഡ് കവിത വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മയുടെ ഒരു ദിവസത്തെ കുറച്ച് സമയങ്ങൾ അതാ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ചെറുതായിട്ടുണ്ട് കാലേ നീരൊക്കെ വന്ന് കാലൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് ദിവസമായി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്രഷറിൻ്റെ ഗുളികയൊക്കെ കഴിക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ വേണ്ടേ, അപ്പോൾ ഇനിയും കുറച്ച് ദിവസം ഒന്ന് അടങ്ങിയിരിക്കണമല്ലോ. അങ്ങനെ അമ്മ ഇരുന്നുകൊണ്ടുള്ള കുറച്ച് പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് നമുക്ക് കോവയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതിൻ്റെ ഒരു വറ്റലാണ്. ഇത് കദളിപ്പഴമാണ്. കദളിപ്പഴം എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ. അതെന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അതങ്ങനെ എല്ലായിടവും ഉണ്ടാകുന്ന ഒരു സാധനമല്ല. ഈ കദളിവാഴ എന്ന് പറയുന്നത് എല്ലായിടവും പിടിക്കുന്ന ഒരു സാധനമല്ല. അപ്പോൾ അമ്മ അത് വൃത്തിയായിട്ട് അതിനെ പിടിപ്പിച്ച് അതിൽ കൊലയുണ്ടായപ്പോൾ അതിൻ്റെ പഴമാണ് അത്. പിന്നെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ പോയതും അങ്ങനെ ഒരു ദിവസത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കോവയ്ക്ക വറ്റൽ. അപ്പോൾ കോവയ്ക്ക വറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോവയ്ക്ക ഇതുപോലെ നീളത്തിൽ അരിയണം. എന്നിട്ട് നമ്മളതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് പിന്നെ ആദ്യം കുറച്ച് ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞായിരുന്നേ. അപ്പോൾ അങ്ങനെയല്ല ശരിക്കും അരിയേണ്ടത്, നീളത്തിലാണ്. എന്നിട്ട് വേണ്ട കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതൊന്ന് തിളപ്പിക്കണം. നല്ലോണം തിളപ്പിക്കണം. ഒന്ന് വേവണം. വെന്തങ്ങ് ഉടഞ്ഞു പോകരുത്. അതൊന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കുമ്പോൾ ഒന്ന് വാടി വരുമല്ലോ. ആ ഒരു വാടിയ ഒരു പരുവത്തിന് നമ്മൾ എടുത്ത് അതിനകത്തെ വെള്ളമെല്ലാം ഊറ്റിക്കളയണം. അപ്പം ഞാനങ്ങനെ ആദ്യം രണ്ടായിട്ട് അങ്ങ് അരിഞ്ഞു. രണ്ട് ഷേപ്പാണല്ലോ. അപ്പോൾ ആദ്യം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഉപ്പിട്ട് തിളപ്പിച്ചെടുത്തു. എന്നിട്ട് നമ്മളിങ്ങനെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചിപ്പിലിക്കകത്ത് എടുത്തു വെച്ചു. അപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം അങ്ങ് തോർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണക്കിയെടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞു. പിന്നെ ഇനി അടുത്തത് നീളത്തിലരിഞ്ഞത്. അപ്പോൾ ശരിക്കും ഇതേപോലെയാണ് അരിയേണ്ടത്. അത് ഞാൻ രണ്ടായിട്ടിട്ട് എടുത്തു, പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. കാര്യം ഇപ്പം രാവിലെ നല്ല വെയിൽ തുടങ്ങുമല്ലോ. അപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് ഉണക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ രണ്ടാമത് നീളത്തിലരിഞ്ഞത് ഇതേപോലെ തിളച്ച വെള്ളത്തിനകത്തോട്ട് ഇട്ട് ഉപ്പും കൂടി ഇട്ട് അതുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തു. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് വേവിച്ച വെള്ളത്തിൽ തന്നെ നമുക്ക് വീണ്ടും ഇടാമല്ലോ, കോവയ്ക്ക തന്നെയല്ലേ. അപ്പോൾ അത്രയും നമുക്ക് ഗ്യാസ് ലാഭിക്കാം, ആ വെള്ളം വീണ്ടും ചൂടായി വരണ്ട. അങ്ങനെ ഞാൻ രണ്ടാമത് വീണ്ടും അതെല്ലാം ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതും തിളപ്പിച്ചെടുത്ത് ആ കോവയ്ക്ക മുഴുവനും അങ്ങനെ ആക്കി എടുത്തു. എന്നിട്ട് ഇതേപോലെ നല്ല വെയിലത്ത്, നല്ല നട്ടപ്പൊരി വെയിലില്ലേ, അതങ്ങനെ ആദ്യം അതും രണ്ടായിട്ട് തന്നെ ഇട്ട് ഉണക്കി എടുത്തു. കണ്ടോ, നീളത്തിലരിഞ്ഞതും. അത് നല്ല താഴെ വെച്ചാൽ പട്ടി വരും, അതുകൊണ്ടാണ് മുകളിലെടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ അമ്മ കട്ടിലൊക്കെ കൊണ്ടിട്ട് നമ്മൾ കപ്പപ്പപ്പടം ഉണക്കിയില്ലേ, അതേപോലെ അമ്മ പരത്തിയിട്ടു. അപ്പോൾ നമ്മൾ നല്ലോണം പരത്തിയിടുവാണെങ്കിൽ നല്ല ഉണങ്ങി കിട്ടും. ഇത് കണ്ടോ, ഇത് 2-3 ദിവസം കൊണ്ട് ആയ ഒരു ഇത് നല്ല വൃത്തിയായിട്ട് ഉണങ്ങിയിട്ടുണ്ടേ. 3 ദിവസത്തെ വെയിൽ കൊണ്ടു. ശരിക്കും നല്ല വെയിലുണ്ട്. 2 ദിവസം മതി. ഞങ്ങൾ ആദ്യത്തെ ദിവസം വെച്ചപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകണമായിരുന്നു. അതുകൊണ്ട് പിന്നെ എടുത്ത് അതേപോലെ ഉണക്കിയെടുത്ത്. ഇനി അതൊന്നും ചെയ്യേണ്ട, വേറെ അതങ്ങ് നേരെ എണ്ണയ്ക്കകത്തോട്ടിട്ട് അത് വറുത്തെടുത്താൽ മതി. ഉപ്പ് പോലും ഇടണ്ട, നമ്മൾ ഉപ്പിട്ടാൽ അത് ഉണക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കോവയ്ക്ക വറ്റൽ ഇത് കുറേ നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. ഞങ്ങളിത് ആദ്യമായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞങ്ങളിത് മുമ്പ് ബസ്സിലൊക്കെ ടൂറ് പോകുമായിരുന്നേ. അന്നേരം ഇതിങ്ങനെ ഉണക്കി കൊണ്ടുപോകുമായിരുന്നു. അപ്പം നമുക്ക് വറ്റലായിട്ട് ഉച്ചയ്ക്ക് കുറച്ച് എണ്ണയും ചൂടാക്കി അതിനകത്തൊട്ടിട്ട് വറുത്തെടുക്കാമല്ലോ. അങ്ങനെ ഞങ്ങളിത് ആദ്യം ഉണ്ടാക്കിയത്. പിന്നെ എപ്പോൾ കോവയ്ക്ക കിട്ടിയാലും ഇതുപോലെ ആക്കി അങ്ങ് വെച്ചേക്കും. നമുക്ക് ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോഴും നമുക്ക് ഒരു കൂട്ടാനും കൂടെ ആക്കാനായിട്ട് പെട്ടെന്ന് ഇതെടുത്ത് വറുത്തങ്ങ് കൊടുത്താൽ മതിയല്ലോ. നല്ല ടേസ്റ്റാണേ. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇനി അടുത്തത് ഞാനും അമ്മയും കൂടെ ഇതൊക്കെ ചെയ്തത് കേട്ടോ. പിന്നെ അമ്മ ഇവിടെ അടങ്ങിയിരുന്നു. 2 ദിവസം ഒന്ന് വിശ്രമിക്കാൻ പറഞ്ഞു. കാര്യം അമ്മയുടെ കാലിൽ ഒരു ചെറിയ നീരുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഗുളിക കഴിക്കുന്നതിൻ്റെ, പ്രഷറിൻ്റെയൊക്കെ ഗുളിക കഴിക്കുമല്ലേ. അപ്പോൾ അതിൻ്റെയാന്ന് പറഞ്ഞാൽ അങ്ങനെ അമ്മ അടങ്ങിയിരിക്കത്തില്ലല്ലോ. ഇരുന്നാണേലും ചെയ്യാവുന്ന ജോലികൾ ചെയ്യും. അങ്ങനെ എരിക്ക് അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. അത് വെച്ച് മാല കെട്ടുക. അപ്പോൾ ഈ സമയത്ത് ഇഷ്ടം പോലെ ഇരിക്കുമ്പൂ ഉണ്ട്. അങ്ങനെ അമ്മ അതെല്ലാം പറിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് മാല കെട്ടി. ഉണ്ടോ, ഇത് അമ്പലത്തിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരം എടുത്തു ഇതിങ്ങനെ ഇത്രയും വൃത്തിയാക്കി കെട്ടി വരാനായിട്ട്. ഞാൻ മുമ്പ് അമ്മ മാല കെട്ടുന്ന വീഡിയോകളൊക്കെ എടുത്തിട്ടില്ലേ. അമ്മ നല്ല അടിപൊളിയായിട്ട് മാല കെട്ടും കേട്ടോ. അമ്മയ്ക്ക് ഓരോ ദിവസവും ഓരോ ദൈവങ്ങൾക്ക് അനുസരിച്ചുള്ള മാലയാണ് അമ്മ കിട്ടുന്നത്. അപ്പോൾ ഇത് ഒരു പിന്നെ തിങ്കളാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ ശിവന് വേണ്ടിയിട്ടാണല്ലോ കൂടുതൽ എടുക്കുന്നത്. എന്നാലും അങ്ങനെ അനിയൻ പോകുന്ന സൂര്യക്ഷേത്രത്തിലേക്കാണ് പക്ഷേ അമ്മ ഇത് കൊടുത്തത് കേട്ടോ.
കാര്യം അതാകുമ്പം പിന്നെ ആരും പോകാൻ പ്രത്യേകിച്ച് അമ്പലത്തിലോട്ട് പോകുന്ന സമയമല്ലായിരുന്നു. അപ്പോൾ അനിയൻ അങ്ങോട്ട് അമ്പലത്തിലോട്ട് പോകുമ്പോൾ കൊണ്ടുപോയിക്കോളും. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അമ്മ മാല കെട്ടി അനിയൻ്റെയും നമ്മുടെ സൂര്യഭഗവാന് ചാർത്താനായിട്ട് കൊടുത്തു വിട്ടു. അപ്പം അമ്മയ്ക്ക് ഏത് പൂ കിട്ടിയാലും അമ്മ അടിപൊളിയായിട്ടത് മാലയാക്കി തരും. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ അടുത്തതും കൊണ്ട് വന്നത്. എന്നായിടി ഇതും എടുത്തോ, അതേ കണ്ടോ കദളിക്കൊല കണ്ടോ. അമ്മ നട്ട വാഴ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരെണ്ണം കിട്ടുന്ന. അച്ഛനുണ്ടായിരുന്നപ്പോൾ ഇത് പൂജയ്ക്കൊക്കെ അച്ഛന് ഭയങ്കരമായിട്ട് ആവശ്യമുള്ള ഒരു സാധനം, ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നേ. പിന്നെ ഇത് കഴിക്കാനും കൊള്ളാം കേട്ടോ. നമ്മുടെ നന്ദുസിന് ഭയങ്കര ഇഷ്ടമാണ് കദളിപ്പഴം. എന്നിട്ട് അവൻ എന്നെ കുറേ നിർബന്ധിച്ചു, പേരമേ നല്ല ടേസ്റ്റാണ് പേരമേ കഴിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. എന്നാലും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് എന്നോട് പറഞ്ഞു, ഐഡി വീഡിയോ എടുക്കുക, എൻ്റെ കദളി വാഴ ഇതങ്ങനെ എല്ലായിടും ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത്, അങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് അമ്മ തന്നെയാണ് പറഞ്ഞത് വീഡിയോ എടുക്കാൻ. അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി അമ്മ എല്ലാം റെഡിയാക്കി വെച്ച് തരുമോ കണ്ടോ. അങ്ങനെ കദളിക്കൊല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കാല് വയ്യാത്തതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങ് പടിഞ്ഞാറൊന്നും പോകാനും വൃത്തിയാക്കാനും ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ട് അമ്മ അവിടെ ഇരുന്ന് ചെയ്യാവുന്ന ജോലികളൊക്കെ ഇങ്ങനെ ചെയ്യുക. ഇത് കണ്ടോ, പാളയെ വെച്ചു, അത് കഴിഞ്ഞ് അതിനകത്ത് കുറേ ചവറായി എന്ന് കണ്ട് അതെല്ലാം കൂടെ ചരുവത്തിനകത്തോട്ടിട്ടിട്ട് വീണ്ടും അതെല്ലാം പാളയിൽ അടുക്കി വെച്ച് തരുക. വീഡിയോ എടുക്കാനെന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് കേട്ടോ. കാരണം ഇതൊരു സന്തോഷമല്ലേ, അവരവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം ഇങ്ങനെ നല്ലതായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ അതും ഈ ചൂട് സമയത്തുള്ള വാഴയെല്ലാം ഒടിഞ്ഞൊടിഞ്ഞു പോവുക, കൊല ആയതും വിളയാത്തതും പൊട്ടും എല്ലാം. ഇനി ഞങ്ങളൊരു ചെറിയ ഒരു യാത്ര പോയതിൻ്റെ കേട്ടോ, ഞാനും അമ്മയും ബിന്ദുവും നമ്മുടെ നന്ദൂസും എല്ലാം കൂടെ കണ്ടോ. പോയത് കോട്ടയത്തോട്ടാണേ. അപ്പോൾ തിരുനക്കര അമ്പലത്തിലെ ഉത്സവമായിരുന്നല്ലോ ഇത്. കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു ദിവസമായിരുന്നേ, കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ദിവസം. അപ്പോൾ തിരുനക്കര അമ്പലത്തിൽ ആറാട്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. നെണ്ടപ്പോൾ റോഡിൽ ഇതുപോലെ കോലം ഇടുന്നതൊക്കെ കണ്ട് അവിടെ നിന്ന് കുറേ നേരം അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് അതിൻ്റെ വീഡിയോയും എല്ലാം എടുത്ത് കുറേ സമയം അവിടെ നിന്നിത് കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെ വന്ന് അവിടെ നിന്ന് കോലം ഇടുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ഒരു അടിപൊളി ഹോട്ടലിൽ കയറി കേട്ടോ. നൂൽ പൊറോട്ട. നമ്മൾ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കൺഫ്യൂഷൻ, ആരെന്തോ കഴിക്കണം എന്നല്ലേ. അങ്ങനെ ഞാൻ എൻ്റെ ഒരു പൊറോട്ട പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരാൾ ഫ്രൈഡ് റൈസ് ഒക്കെ പറഞ്ഞിട്ടിരിക്കുമോ, പക്ഷേ ഫ്രൈഡ് റൈസ് വരാൻ താമസമായതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരിയടാ ഇതിൽ നിന്ന് കഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഞങ്ങളിതുവരെ എങ്ങനെ അധികം കൂട്ടിയിട്ടില്ലാത്തൊരു കറിയാണ്, സോയാ കറി കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നറിയാൻ വേണ്ടി നന്ദുസ് അത് സോയയും കൂട്ടി പൊറോട്ട കഴിച്ച് നോക്കിയത്. ഇത് വേണ്ട നൂൽ പൊറോട്ട. പേരപ്പനും ബിന്ദു ചിറ്റയൊക്കെ അതേ നൂൽ പൊറോട്ടയാണ് മേടിച്ചത്. അവിടുത്തെ അന്നത്തെ സ്പെഷ്യലാണെന്ന് പറഞ്ഞ് നൂൽ പൊറോട്ട. എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല കേട്ടോ ഈ നൂൽ പൊറോട്ടയും സാദാ പൊറോട്ടയും തമ്മിൽ. ഞാൻ സാദാ പൊറോട്ടയാണ് മേടിച്ചത്. എൻ്റെ ഇതാണ് നൂൽ പൊറോട്ടയും സോയയും കോളിഫ്ലവർ കറിയൊക്കെ. സോയാ കറി കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നേ ഉണ്ടോ. മുത്തശ്ശി പിന്നെ എവിടെ ചെന്നാലും മുത്തശ്ശി സാധാരണ ഒന്നിലെ പ്ലെയിൻ റോസ്റ്റ് അല്ലെങ്കിൽ മസാല ദോശ, പിന്നെ അതും അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തി. ഇപ്പം ചപ്പാത്തി അധികം ഇഷ്ടമല്ല. അങ്ങനെ അതേ നന്ദൂസ് ഞാനും കൂടെ എൻ്റെ പൊറോട്ട കാലിയാക്കി കണ്ടോ. സോയാക്കറി കൂട്ടുന്നുണ്ടോ, നല്ല അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ദേ അവൻ്റെ ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാലയും വന്നു. പിന്നെ ഞങ്ങൾക്ക് തന്നു അവൻ കേട്ടോ അതൊക്കെ. അവൻ പറഞ്ഞ പേരമ്മയുടെ പൊറോട്ട ഞാൻ കഴിച്ചില്ലേ, പേരമ്മയും കൂടെ എൻ്റെ ഫ്രൈഡ് റൈസ് കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ കയറിയപ്പോൾ മഴയില്ലായിരുന്നു കേട്ടോ. അതേ കഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴ, കുറേ ദിവസം കൂടിയുള്ള മഴയില്ലേ. മഴ കണ്ടപ്പോൾ നല്ല രസം തോന്നി, നല്ല തണുപ്പും തോന്നി. കാരണം ഈ പൊട്ടപ്പൊരി വെയിലല്ലേ ഉച്ചയ്ക്കെല്ലാം, അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാതെ ഒരു മഴ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ദിവസം രാവിലെ തുടങ്ങിയ കുറച്ച് പരിപാടികളും പിന്നെ വൈകുന്നേരം ഒരു ചെറിയ ട്രിപ്പും എല്ലാവരും കൂടെ. ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനത്തെ ഓരോ അവസരങ്ങൾ കിട്ടും. അങ്ങനെ അമ്മയെ കൊണ്ടുപോകാനാ പാട്, നാദമ്മയ്ക്ക് കാലും വയ്യാതിരിക്കുമല്ലേ. പിന്നെ വളരെ അത്യാവശ്യമായതുകൊണ്ട് അമ്മ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നു. അങ്ങനെ എൻ്റെയും അമ്മയുടെ ഒരു ദിവസം. അമ്മ എരിക്കുമാല ഉണ്ടാക്കിയതും പിന്നെ കദളിപ്പഴം അതിൻ്റെ വീഡിയോ, പിന്നെ നമ്മുടെ കോവയ്ക്ക വറ്റൽ. അപ്പോൾ എന്തായാലും കോവയ്ക്ക ഒരുപാട് കിട്ടുമ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ കാണാം. ടാറ്റ.